ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ബുള്ളി ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വിഷമം വരും. അതൊക്കെ സാധാരണ രീതി ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവർ മാത്രമാണോ സോഷ്യൽ മീഡിയയിലുള്ളത് അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ട്. എന്നിട്ട് പോലും ഇവരുടെ പേരെന്താ ഇങ്ങനെ വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ആ കാരണങ്ങൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കണക്ക് നെഗറ്റീവായുള്ളതൊക്കെയാണ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ അതിനെതിരെ പറയുന്നുണ്ട്. അത് തനിക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ രേണുവിന് തന്നെ അറിയാം താൻ ചെയ്യുന്നതുണ്ടെങ്കിൽ നെഗറ്റീവായുള്ള കാര്യമാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവർ ഇത് കണക്ക് സംസാരിക്കുമെന്ന് അറിയാം. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇതിനെ പറ്റി സംസാരിക്കത്തില്ല. ഇപ്പോൾ ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി ഇത് കണക്കുള്ള കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ട് അവർ പറയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ രേണുസുതിയാണ്. പിന്നെ ഇത് കണക്ക് സോഷ്യൽ മീഡിയ ഫേമസ് ആവാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ഇതിൽ രണ്ട് സൈഡുണ്ട്. നിങ്ങളൊരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അവരുടെ അഭിപ്രായം പറയും, അല്ലെങ്കിൽ നിങ്ങളെ ട്രോളും. ഇതൊക്കെ പറ്റുമോ അല്ലെങ്കിൽ ഇതൊക്കെ നിൽക്കും, ഇങ്ങനത്തെ ഉള്ളതെല്ലാം താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഉള്ള ഫീൽഡിൽ വരാൻ പാടുള്ളൂ. അതല്ലാതെ ഇതൊന്നും പറ്റത്തില്ല, ഇതിൽ നിന്ന് വെളിയിൽ പോകണം അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ലെന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരാൻ പാടില്ല. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവരും നല്ലത് തന്നെ പറയാം, അതിലൊരു മാറ്റവും ഇല്ല. ഇങ്ങനെ കരഞ്ഞിട്ട് അതിലൊന്നും കാര്യമില്ല.